Good morning. Good morning, ma'am. ma'am. Good morning, Good ma'am. morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay. അപ്പൊ നമ്മള് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ചാപ്റ്റർ 6 ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് തുടങ്ങിയിരുന്നത് അല്ലെ. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വായിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. കുറച്ച് ഇൻസ്ട്രുമെന്റ്സിനെ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു അല്ലെ, കുറച്ച് എക്യുപ്മെന്റ്സ് അല്ലെ. ഓക്കെ, അതിനകത്ത് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ലാറിംഗോസ്കോപ്പ് ആണ് അല്ലെ. ലാറിംഗോസ്കോപ്പ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. ലാറിംഗോസ്കോപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ നെക്കിൽ അല്ലെങ്കിൽ നമ്മുടെ തൊണ്ടയിലെ ഉള്ളിലുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പൊ എന്തെങ്കിലും ഞൊഡ്യൂളുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മുഴകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയാ, തൊണ്ടയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് വീഡിയോയിലൂടെ സ്ക്രീനിങ്ങിലൂടെ കാണിച്ചു തരുന്നതാണ് എന്ത് ലാറിംഗോസ്കോപ്പി എന്ന് പറയുന്നത്. ലാറിംഗോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണത്തിന്റെ സഹായത്തോടെയാണ് ഈ ഒരു മെത്തേഡ് ഡോക്ടേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, അതുവരെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. എൻഡോസ്കോപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതുപോലെ തന്നെ പോർട്ടബിൾ USG, പോർട്ടബിൾ എക്സ്റേ എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രോങ്കോസ്കോപ്പ് ആണ്. ഓക്കെ, ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു എക്യുപ്മെന്റ് ഓക്കെ തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ് ആണ്. ബ്രോങ്കോസ്കോപ്പി ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മുടെ ലങ്സിനുള്ളിൽ എന്താണ് ഇൻഫെക്ഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അതിലൂടെ എന്ത് ചെയ്യും, ഒരു ട്യൂബ് കടത്തി വിട്ടിട്ട് അതിന്റെ ആ ഒരു ലങ്സിന്റെ ഇൻഫെക്ഷൻസ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്നത് കേട്ടോ. ലങ്സിലെ ഇൻഫെക്ഷൻസ് എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എയർവേസിലേക്ക് ഒരു ട്യൂബ് കടത്തി വിട്ടിട്ട് ചെയ്യുന്ന പ്രൊസീജിയർ ആണിത് ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത്. ബ്രോങ്കോസ്കോപ്പ് ആണ് ഈ ഒരു മെത്തേഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്. ഓക്കെ, അപ്പോ ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയുന്നത് ലങ്സിനുള്ളിലെ ഇൻഫെക്ഷൻസിന്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എയർവേസിലേക്ക് ഒരു ട്യൂബ് കടത്തി വിടുന്ന പ്രൊസീജിയർ ആണത് ബ്രോങ്കോസ്കോപ്പി. അതിനുപയോഗിക്കുന്ന ഉപകരണമാണ് ബ്രോങ്കോസ്കോപ്പി. ക്ലിയർ ആയെന്ന് കരുതുന്നത് കേട്ടോ. അപ്പോ എൻഡോസ്കോപ്പ് പറഞ്ഞു, ലാറിംഗോസ്കോപ്പ് പറഞ്ഞു, ബ്രോങ്കോസ്കോപ്പ് പറഞ്ഞു. മൂന്ന് തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മോണിറ്ററിംഗ് ഡിവൈസസ് ആണ്. ഓക്കെ, മോണിറ്ററിംഗ് അതായത് നിരീക്ഷിക്കാനായിട്ട് രോഗിയുടെ കണ്ടീഷൻസിന്റെ ആ ഒരു എന്താ പറയാ ഹെൽത്ത് കണ്ടീഷന്റെ ആ ഒരു എത്രത്തോളം ഉണ്ട് അങ്ങനെ നമുക്കൊരു നിരീക്ഷണം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് മോണിറ്ററിംഗ് ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ആദ്യത്തേതാണ് പൾസ് ഓക്സിമീറ്റർ കേട്ടോ. പൾസ് ഓക്സിമീറ്റർ നമുക്കറിയാം ഓക്സിജൻ ലെവൽ നമ്മുടെ നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, പൾസ് ഓക്സിമീറ്റർ യൂസ് ചെയ്യുന്നത്. കൊറോണയുടെ ഒക്കെ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു എക്യുപ്മെന്റ് ആണിത് പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ചൂണ്ടുവിരലിന്റെ എവിടെയായിട്ട് ഘടിപ്പിച്ചിട്ടാണ് എന്ത് നോക്കുന്നത്, നമ്മുടെ ഓക്സിജൻ ലെവൽ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്, അപ്പൊ ഈ ഒരു സാധനം നമ്മുടെ കയ്യിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓക്സിജന്റെ ലെവൽ എത്രയാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതൊരു മോണിറ്ററിംഗ് എക്യുപ്മെന്റ് ആണ്. ഓക്കെ, പൾസ് ഓക്സിമീറ്റർ ഈസ് എ മോണിറ്ററിംഗ് എക്യുപ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് കാർഡിയാക് മോണിറ്റർ. കാർഡിയാക് മോണിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്. അതെന്താണ്, ഒരു സ്ക്രീനിലൂടെ കാണിക്കുന്നതാണ് കാർഡിയാക് മോണിറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ECG മെഷീൻ എന്ന് പറയുന്നതും അത് തന്നെയാണ് അല്ലെ. നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഹാർട്ടിലെ വേരിയേഷൻസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണെന്ത് ECG മെഷീൻ. ഓക്കെ, ഇത്രയുമാണ് എന്തിൽ വരുന്നത്, മോണിറ്ററിംഗ് എക്യുപ്മെന്റിൽ വരുന്നത് കേട്ടോ. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു പൾസ് ഓക്സിമീറ്റർ ഉണ്ട്, രണ്ടാമത്തേത് കാർഡിയാക് മോണിറ്റർ ഉണ്ട്, മൂന്നാമത്തേത് ECG മെഷീൻ ആണ്. ഇത് മൂന്നും ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്, അത് മോണിറ്ററിംഗ് എക്യുപ്മെന്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നത് നോക്കാം കേട്ടോ. അതിനകത്ത് ആദ്യത്തേതെന്ന് പറയുന്നത് IV സെറ്റ് ആണ്. IV സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഇൻട്രാവെനസ്, അതായത് നമ്മൾക്ക് എന്താണ് നമ്മുടെ ഇപ്പോ എന്തെങ്കിലും നമ്മുടെ ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ മെഡിക്കേഷൻസ് ഒക്കെ എന്താണ് നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണിത് IV സെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ക്യാനലൊക്കെ കുത്തിവെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾക്ക് ഇഞ്ചക്ഷൻ ഒക്കെ തരുന്നതല്ലേ, അതിനെയാണ് എന്ത് പറയുന്നത് IV സെറ്റ് എന്ന് പറയുന്നത് കേട്ടോ.
ഇൻട്രാവീനസ് സെറ്റ് എന്നാണ് IV സെറ്റിന്റെ ഫുൾ ഫോം വരിക. ഓക്കെ, നെക്സ്റ്റ് ഈസ് ട്രക്കിയോസ്റ്റമി ആണ്. ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്നത് പേഷ്യൻസിന്റെ നെക്കില്, ഓക്കെ, ഈ ഒരു തൊണ്ടയുടെ നെക്കിന്റെ ഒരു ഭാഗത്ത് ട്രക്കിയ എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. ഓക്കെ, ആ ട്രക്കിയയില് ഒരു ഹോൾ ഇടും. ഓക്കെ, ഒരു ഹോൾ ഇട്ടിട്ട് അതിലൂടെ വിൻഡ് പൈപ്പ്, ഓക്കെ, വിൻഡ് പൈപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണമാണ്. അതെന്ത് ചെയ്യും, അതിനകത്തോട്ട് പ്രസ് ചെയ്യും. പ്രസ് ചെയ്തിട്ട് ലങ്സിലേക്ക് ഓക്സിജൻ കൊടുക്കുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്നത് കേട്ടോ. ഒന്നുകൂടി പറയാം, നമ്മുടെ നെക്കില് ട്രക്കിയ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഒരു പാർട്ടുണ്ട്. ആ പാർട്ടില് ഒരു ഹോൾ ഇട്ടിട്ട് അതിലൂടെ വിൻഡ് പൈപ്പ് എന്ത് ചെയ്യും, ഉള്ളിലിട്ട് കടത്തിയിട്ട് എന്ത് ചെയ്യും, ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കുന്നതാണത് ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്നത്. ട്രക്കിയോസ്റ്റമി കൊടുക്കുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് വളരെ കാലം ലോങ് ടൈം വെന്റിലേഷൻ കൊടുക്കുന്നത്, അതായത് വെന്റിലേഷനിൽ കിടക്കുന്ന പേഷ്യൻസിനെയാണ് എന്ത് കൊടുക്കുന്നത്, ട്രക്കിയോസ്റ്റമി ചെയ്യുന്നത് കേട്ടോ. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തനിയെ ശ്വസിക്കാനായിട്ട് പറ്റില്ല, ഓക്സിജന്റെ സപ്പോർട്ട് വേണം. അപ്പൊ അങ്ങനെയുള്ള രോഗികൾക്കാണ് എന്ത് ചെയ്യുന്നത്, ട്രക്കിയോസ്റ്റമി ചെയ്തിട്ട് ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കുന്നത്. ഓർത്തിരിക്കുക, നെക്കില് ട്രക്കിയ എന്നൊരു പാർട്ട് ഉണ്ട്. ആ പാർട്ടിൽ ഒരു ഹോൾ ആണ് എന്ത് ചെയ്യുന്നത്, ട്രക്കിയോസ്റ്റമി ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഇൻസ്ട്രുമെന്റ്സ് ട്രോളിയാണ്. ഇൻസ്ട്രുമെന്റ് ട്രോളി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, അതായത് നമ്മുടെ എന്താ പറയാ മരുന്നുകളും അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിൽ ഒരു രോഗിക്ക് എന്തൊക്കെയാണോ ഉപയോഗിക്കേണ്ടി വരുന്നത് അതൊക്കെ എന്തിലാക്കിയാണ് കൊണ്ടുപോകുന്നത്, ട്രോളിയിലായിട്ടാണ് കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്, ഇൻസ്ട്രുമെന്റ് ട്രോളി എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നഴ്സുമാരും അറ്റൻഡർമാരും ഒക്കെ എന്താണ് ഒരു വണ്ടി പോലത്തെ ഒരു സാധനം നടക്കുന്നത് കാണാല്ലേ, നിങ്ങൾക്ക് കണ്ടിട്ടില്ല ഹോസ്പിറ്റലിലൊക്കെ. അതിനെയാണ് ഇൻസ്ട്രുമെന്റ് ട്രോളി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ് പറഞ്ഞു. ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റിൽ വരുന്നതാണ് BP അപ്പാരറ്റസ്, എൻഡോസ്കോപ്പ്, പോർട്ടബിൾ എക്സ്റേ, പോർട്ടബിൾ USG ആൻഡ് എക്കോ. ഇനി തെറാപ്യൂട്ടിക് എക്യുപ്മെന്റിൽ വരുന്നതാണ് നെബുലൈസർ, ലാറിംഗോസ്കോപ്പ്, ബ്രോങ്കോസ്കോപ്പ്. ഓക്കെ, ഇനി മോണിറ്ററിംഗ് ഡിവൈസിൽ വരുന്നതാണ് പൾസ് ഓക്സിമീറ്റർ, കാർഡിയാക് മോണിറ്റർ, ECG മെഷീൻ. ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നതാണ് IV സെറ്റ്, ട്രക്കിയോസ്റ്റമി, ഇൻസ്ട്രുമെന്റ് ട്രോളി. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ഓക്കെ, ഈ IV സെറ്റിന്റെ ഫുൾ ഫോം ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. എഴുതിക്കോളൂ. IV stands for intravenous, INTRA, VEN, intravenous, INTRAVENOUS, intravenous. ഓക്കെ, ഇതാണ് അതിന്റെ ഫുൾ ഫോം കേട്ടോ. ഇത് എക്സ്പ്ലനേഷൻ ആയിട്ട് 2-3 ലൈൻസ് ഉണ്ട്, അതും കൂടി ഒന്ന് നോട്ട് ചെയ്യുക. IV സെറ്റ് ഈസ് എ മെഡിക്കൽ ഡിവൈസ്. IV സെറ്റ് ഈസ് എ മെഡിക്കൽ ഡിവൈസ് that helps healthcare professionals deliver fluids കേട്ടോ. FLUIDS, fluids, medications, or nutrients, directly into a
directly into a person's bloodstream. Bloodstream. Okay, ഒന്നും കൂടി പറയാം കേട്ടോ. IV stands for intravenous. IV set is a medical device that helps healthcare professionals deliver fluids, medications or nutrients directly into a person's bloodstream. Okay, എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് OPD ആണ് കേട്ടോ. എന്തൊക്കെയാണ് ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കടമകൾ അല്ലെങ്കിൽ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, അവര് വഹിക്കേണ്ട ഫങ്ഷൻസ്, ചുമതലകൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് early diagnosis, curative, preventive and rehabilitative care on ambulatory basis. അതായത് വളരെ നേരത്തെയുള്ള രോഗനിർണയം, എന്താ പറയാ, അത് രോഗശാന്തിക്കായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ ഉതകുന്ന തരത്തിലുള്ള പുനരധിവാസ അതായത് റിഹാബിലിറ്റേറ്റീവ് ആയി ബന്ധപ്പെട്ടിട്ടുള്ള ആംബുലേറ്ററി ബേസിസിലുള്ള കെയർ ആണ് ആര് കൊടുക്കുന്നത്, ഈ ഒരു OPD കൊടുക്കുന്നത് കേട്ടോ. ആംബുലേറ്ററി ബേസിസ് എന്ന് പറഞ്ഞാല് ഔട്ട് പേഷ്യന്റ് ബേസിസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഔട്ട് പേഷ്യന്റ് ബേസിൽ, അതായത് പുറത്തുനിന്ന് വരുന്ന രോഗികൾക്ക് നേരത്തെയുള്ള രോഗനിർണയം നടത്തി അവരെ ചികിത്സിച്ച് അവർക്ക് എന്താണ് ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാല് രോഗശാന്തി നൽകി, പ്രിവെന്റീവ് അവരെ പ്രതിരോധ മാർഗങ്ങൾ അവർക്ക് ഉപദേശിച്ചിട്ട് അവരെ പുനരധിവസിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ആണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്, OPD പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആംബുലേറ്ററി ബേസിസ് എന്ന് പറഞ്ഞാല് ഔട്ട് പേഷ്യന്റ് ബേസിസ് ആണ് കേട്ടോ. ഓക്കെ, അതൊന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളാം, ഞാൻ പറഞ്ഞുതരാം ആംബുലേറ്ററി ബേസിസ് കേട്ടോ. ഒന്ന് എഴുതുക എന്താണ് ആംബുലേറ്ററി ബേസിസ് എന്ന് കേട്ടോ. Ambulatory basis is an outpatient service. Medical service performed on an outpatient basis. Medical service performed on an outpatient basis. Okay. ഒരു കോമ ഇടാ, എന്നിട്ട് എഴുതാ without admission to a hospital, or other facility. Without admission to a hospital or other facility. Okay. ഔട്ട് പേഷ്യന്റ് ബേസിസിൽ കൊടുക്കുന്ന സർവീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആംബുലേറ്ററി ബേസിസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓൺ ആംബുലേറ്ററി ബേസിസ്. അതായത് പുറത്തുനിന്ന് വരുന്ന രോഗികൾക്ക് വളരെ ഫലപ്രദമായ ചികിത്സ നൽകിയിട്ട് എന്ത് ചെയ്യുന്നു, അവര് രോഗികളെ ശുശ്രൂഷിക്കുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്, എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്.
പുറത്തുനിന്ന് വരുന്ന രോഗികളായാലും എന്ത് തന്നെയാണ് അവർക്ക് നല്ല രീതിയിലുള്ള ചികിത്സ ട്രീറ്റ്മെന്റ് ഫലപ്രദമായ രീതിയിൽ എന്ത് നൽകുന്നുണ്ട്, OPD പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ. സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ അതായത് രോഗികൾ വരുമ്പോൾ അവർ ഡോക്ടറെ കാണുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം സ്ക്രീനിങ്ങുകൾ നടത്തുന്നുണ്ട്. സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് BP നോക്കുന്നത്, കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്താണ് പൾസ് റേറ്റ് നോക്കുന്നത്, അതൊക്കെ എന്തിൽ വരുന്നതാണ്? സ്ക്രീനിങ്ങില് വരുന്നതാണ് കേട്ടോ. ഓക്കെ, സ്ക്രീനിങ് എന്ന് പറയുന്നത് എന്താ? അതായത് അവരെ ചെക്ക് ചെയ്യുന്നു, ഡോക്ടറുടെ റൂമിൽ കയറുന്നതിന് മുമ്പായിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഈ ഒരു സ്ക്രീനിങ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ അതെന്താണെന്ന് എഴുതാം കേട്ടോ. സ്ക്രീനിങ് എന്ന് ഒരു സബ് ഹെഡിങ് പോലെ കൊടുക്കുക, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത് കേട്ടോ. ഓക്കെ, റെഗുലർ ഫിസിക്കൽ എക്സാം. സ്ക്രീനിങ് ഈസ് എ റെഗുലർ ഫിസിക്കൽ എക്സാം. Screening is a regular physical exam. It includes എന്തൊക്കെയാ വരിക? അതിനകത്ത് വരുന്നത് ബ്ലഡ് പ്രഷർ സ്ക്രീനിങ്, ബോഡി വെയിറ്റ്. നമ്മുടെ ബോഡി വെയിറ്റ് നോക്കില്ലേ, നമ്മൾ എന്താ പറയുക, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുകയാണെങ്കിൽ, വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഡോക്ടറെ കാണുന്നതിന് മുമ്പായിട്ട് എന്തായാലും നമ്മുടെ ബോഡി വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യും അല്ലെ. അപ്പൊ ബോഡി വെയിറ്റ്, കൊളസ്ട്രോള്, പൾസ് റേറ്റ്, ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, സ്ക്രീനിങ്ങിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അഡ്മിഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ ഡോക്ടറെ കാണുന്നതിന് മുമ്പായിട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾക്ക് ട്രീറ്റ്മെന്റ് അവര് നൽകുന്നത്. ഓക്കെ, ആൻഡ് ഫോർത്ത് വൺ ഈസ് ഫോളോ കെയർ ആൻഡ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്. ഫോളോ കെയർ ആൻഡ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ് അതായത് നമ്മൾ അവിടെ ഫോളോ ചെയ്യേണ്ട രീതികൾ എന്തൊക്കെയാണ്? ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണാനായിട്ട് നമ്മൾ ചെന്നു എന്ന് വിചാരിക്കുക. ഡോക്ടർ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ തന്നു, അതിനുശേഷം ആ പ്രിസ്ക്രിപ്ഷനിൽ എന്താണ് പറയാ, മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുമായിരിക്കും അല്ലെ. അത് കൂടാതെ ഡോക്ടർ നമ്മളോട് പറയുമോ അല്ലെ, ഇന്ന ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം, നിങ്ങളുടെ ഈ ഒരു രോഗത്തിന് ഇന്ന ഭക്ഷണങ്ങൾ പാടില്ല, കുറച്ച് എക്സസൈസ് എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നേക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ഫോളോ ചെയ്യാനായിട്ട് പറയും. അപ്പൊ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, OPD ചില ഫങ്ഷൻസ് നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അഡ്മിറ്റ് ചെയ്ത രോഗികളെ ഡിസ്ചാർജ് ചെയ്ത് വിടുമ്പോൾ എന്താണ് ആ ഒരു മെഡിക്കേഷൻ അല്ലെങ്കിൽ ആ ഡിസ്ചാർജ് സമ്മറിയിൽ എന്തുണ്ടാകും, അതായത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ആ ഒരു ലൈഫ് സ്റ്റൈൽ പ്രൊസീജിയേഴ്സിനെ കുറിച്ചും അവിടെ പറഞ്ഞിട്ടുണ്ടാകും. ഇപ്പൊ രാവിലെ ഇത്ര മണിക്ക് എണീക്കണം, എണീറ്റ ശേഷം ചില എക്സസൈസുകൾ ചെയ്യണം, അതിനുശേഷമാണ് ഭക്ഷണക്രമം നിങ്ങൾ പാലിക്കേണ്ടത്, അത് ഇന്ന ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കേണ്ടത്, അതിനുശേഷമാണ് മെഡിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ എന്ത് ചെയ്യും, നമ്മൾക്കൊരു ഇൻസ്ട്രക്ഷൻസ് അവർ തരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ആര് ചെയ്യുന്നുണ്ട്, OPD ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഈസ് പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ. അതായത് ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെ രോഗികൾ എന്ത് ചെയ്യുക, അവയർനെസ് ചെയ്യുക. അതായത് കുറെ മാർഗങ്ങൾ, ഇപ്പൊ നമുക്കറിയാലേ മഴക്കാലമൊക്കെയാണ് അല്ലെ, ധാരാളം പനികളുണ്ട്, ഡെങ്കിപ്പനി, എലിപ്പനി, അങ്ങനെയുള്ള ധാരാളം പനികളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന് അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾക്ക് അവയർനെസ് നൽകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഹെൽത്തിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. ഹോസ്പിറ്റലിന്റെ ഇൻസ്ട്രക്ഷനോട് കൂടിയാണ് അവരെന്ത് ചെയ്യുന്നത്, ധാരാളം കാര്യങ്ങള് നമ്മൾക്ക് അവയർനെസ് ചെയ്ത് തരുന്നത് അല്ലെ. ഇപ്പോ മഴക്കാലമൊക്കെ ആകുമ്പോൾ ആളുകൾ, അതായത് അംഗൻവാടിയിൽ നിന്നും അതുപോലെ തന്നെ ഹെൽത്തിൽ നിന്നൊക്കെ ആളുകളൊക്കെ വരുമ്പോൾ നമ്മളോട് പറയുണ്ടാവും അല്ലെ, അതായത് ചിരട്ടകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പാടില്ല, വെറുതെ തുറസായ സ്ഥലത്ത് ഇടരുത്, മഴവെള്ളം കെട്ടിക്കിടന്ന് കൊതുക് പെറ്റുപെരുകാൻ കാരണമാകുന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ബോധവാന്മാരാക്കില്ലേ. അതിനെയാണ് എന്ത് പറയുന്നത്,
ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് കൂടുതൽ രോഗികൾക്കാണെങ്കിൽ കൂടുതൽ ഹെൽത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവയർനെസ് ചെയ്ത് കൊടുക്കുന്നതാണ് എന്ത് ഈ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ആര് ചെയ്യുന്നുണ്ട്? OPD ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, റെൻഡറിംഗ് ഓഫ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. റെൻഡറിംഗ് എന്ന് പറഞ്ഞാൽ വിശദീകരിക്കുക എന്നാണ് അർത്ഥം കേട്ടോ. റെൻഡറിംഗ് എന്ന് പറഞ്ഞാൽ വിശദീകരിക്കുക, അതായത് പ്രതിരോധ മാർഗങ്ങൾ, നമ്മുടെ ഹെൽത്ത് കെയറിനെ സംരക്ഷിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ എന്ത് ചെയ്യണം? OPD നമ്മൾക്ക് പറഞ്ഞു തന്നെ. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ ആര് പറഞ്ഞു തരേണ്ടിയിരിക്കുന്നു? ഒരു OPD, ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് നൽകേണ്ട ചുമതലകളിൽ ഒന്നാണത്. നെക്സ്റ്റ് ഈസ് പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് റിപ്പീറ്റ് വന്നിരിക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെ, അതായത് ആളുകൾക്ക് പ്രതിരോധ മാർഗങ്ങൾ, രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗിച്ചുകൊണ്ട് അവരെ ബോധവാന്മാരാക്കണം. ഓക്കെ, നേരത്തെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെന്ത് ചെയ്യണം? അവയർനെസ് അവരിൽ സൃഷ്ടിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത് കേട്ടോ. അപ്പോ ഫങ്ഷൻസ് ഓഫ് OPD ആണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. എർലി ഡയഗ്നോസിസ്, ക്യൂറേറ്റീവ്, പ്രിവെന്റീവ് ആൻഡ് റിഹാബിലിറ്റേറ്റീവ് കെയർ ഓൺ ആംബുലേറ്ററി ബേസിസ്. ഒരു രോഗി ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാല് അദ്ദേഹത്തിന് നേരത്തെയുള്ള രോഗനിർണയം നടത്തി രോഗശാന്തി കൊടുത്ത് അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ ഉപദേശിച്ച് അദ്ദേഹത്തെ പുനരധിവസിപ്പിക്കുന്ന രീതിയാണ് എന്തിനുള്ളത്? OPDക്കുള്ളത്. പുറത്തു നിന്ന് വരുന്ന രോഗികളെയാണ് ഇങ്ങനെ OPD ഫങ്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു OPD ഫങ്ഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തേത് എന്താ പറയാ, നല്ല രീതിയിലുള്ള ചികിത്സ പുറത്തുനിന്നുള്ള രോഗികൾക്ക് വരുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? OPD പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ. ധാരാളം കാര്യങ്ങൾ, ഇപ്പൊ ബ്ലഡ് പ്രഷർ നോക്കുന്നത്, വെയിറ്റ് നോക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ സ്ക്രീനിങ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഡിസ്ചാർജ് ചെയ്ത് പോയ പേഷ്യൻസ് ആയാലും OPDയിൽ വരുന്ന പേഷ്യൻസിനായാലും അതാത് മാർഗനിർദ്ദേശങ്ങൾ എങ്ങനെ രോഗത്തെ ചെറുക്കാം എന്നുള്ള പ്രിവെന്റീവ് മെത്തേഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്? OPD യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആരോഗ്യ വിദ്യാഭ്യാസം അതായത് നമ്മുടെ ഹെൽത്ത് കെയർ എന്താണ് നല്ല രീതിയിലുള്ള പ്രൊമോഷന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? ധാരാളം കാര്യങ്ങൾ അവര് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രതിരോധ മാർഗങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെ എന്താ പറയാ, നമ്മുടെ രോഗികൾക്ക് കൂടുതൽ അവയർനെസ് കൊടുക്കാനുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വിശദീകരിച്ച് തരും. ഓക്കെ, ഇത്രയുമാണ് എന്ത്? ഫങ്ഷൻസ് ഓഫ് OPD എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് വരുന്നത് കേട്ടോ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ, അടുത്തതിലോട്ട് പോവാലോ എന്നാ. ഓക്കെ, അടുത്തത് പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസിൽ അതായത് നമ്മുടെ എന്താ പറയാ പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിരോധം. അതായത് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ട് എന്താണ് ചില മാർഗങ്ങളുണ്ട്. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ആദ്യത്തേത് എന്ന് പറയുന്നത് വെൽ ബേബി ക്ലിനിക്സ് ആണ്. വെൽ ബേബി ക്ലിനിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലിനിക്കുകൾ അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിൽ ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കും ചെറിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ക്ലിനിക്കുകൾ ഉണ്ടാവും അല്ലെ. അതായത് ഇപ്പൊ അവരുടെ ഇമ്മ്യൂണൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താ പറയാ അവരുടെ എന്തെങ്കിലും എന്താ പറയാ അവരുടെ ആ ഒരു നോർമൽ ആ ഒരു ഇപ്പൊ ന്യൂബോൺ ബേബീസിനൊക്കെ ആണെങ്കിൽ എന്താണ് അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവർക്ക് അബ്നോർമൽ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു ബേബി ക്ലിനിക്കിൽ എന്ത് ചെയ്യാം? കൊണ്ടുപോകാം. ഓക്കെ, അപ്പോ അതിനെ ഇപ്പൊ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങള്, അതുപോലെ തന്നെ കുഞ്ഞിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് നമുക്ക് ഇൻസ്ട്രക്ഷൻ ലഭിക്കും? ഈ ഒരു വെൽ ബേബി ക്ലിനിക്സ് എന്നാണ് നമുക്ക് എന്ത് ചെയ്യുക? ഇൻസ്ട്രക്ഷൻസ് ലഭിക്കാം. ഓക്കെ, രണ്ടാമത്തേത് ANC മാരേജ് കൗൺസിലിംഗ്, പ്ലാൻഡ് പാരന്റ്ഹുഡ് എക്സെട്ര. ANC എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്റിനേറ്റൽ ക്ലിനിക് എന്നാണ് കേട്ടോ. ആന്റിനേറ്റൽ ക്ലിനിക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ന്യൂബോൺ ബേബീസിനും അതുപോലെ തന്നെ മദറിനും വേണ്ടിയിട്ടുള്ള ക്ലിനിക്കുകളാണ് എന്ത്? ആന്റിനേറ്റൽ ക്ലിനിക് എന്ന് പറയുന്നത് കേട്ടോ. നവജാത ശിശുക്കളുടെയും അവരുടെ അമ്മമാരുടെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എന്താ പറയാ പല ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഹോസ്പിറ്റലുകളിൽ.
അതിനെയാണ് എന്ത് പറയുന്നത്, ആന്റിനേറ്റൽ ക്ലിനിക് അഥവാ ANC എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാരേജ് കൗൺസിലിംഗ്, അതായത് ചില ഹോസ്പിറ്റലുകൾ എന്ത് കൊടുക്കുന്നുണ്ട്, മാരേജ് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ സൈക്കോളജി എന്താ പറയാ, സൈക്യാട്രി വിഭാഗം ഉണ്ട് അല്ലെ ഹോസ്പിറ്റലുകളിൽ. എല്ലാ ഹോസ്പിറ്റലുകളിലുള്ളതാണ് സൈക്യാട്രി വിഭാഗം എന്ന് പറയുന്നത്. അവിടേക്ക് കൂടുതലായിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, മാരേജ് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഹോസ്പിറ്റലിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്ലാൻഡ് പാരന്റ്ഹുഡ് എക്സെട്ര, അതായത് അച്ഛനമ്മമാരായിട്ട് ആകാനായിട്ട് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട്, നേരത്തെ തന്നെ എന്താണ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് അവയർനെസ് പ്രോഗ്രാമുകൾ ചില ഹോസ്പിറ്റലുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് OPD നേതൃത്വത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു എന്തിനാ വരിക, പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസിലാണ് വരിക കേട്ടോ. ANC ആണെങ്കിലും മാരേജ് കൗൺസിലിംഗ് ആണെങ്കിലും പ്ലാൻഡ് പാരന്റ്ഹുഡ് ആണെങ്കിലും. നെക്സ്റ്റ്, സ്കൂൾ ഹെൽത്ത് ക്ലിനിക്. നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്ന സ്കൂളുകളിൽ എന്താണ് വല്ലപ്പോഴും ഒക്കെ എന്ത് വരും, ആര് വരും, ഡോക്ടേഴ്സ് വരും അല്ലെ. ഇപ്പൊ നമ്മുടെ എന്താ പറയാ കുഞ്ഞുങ്ങളുടെ ഐ ടെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയുക ബോഡി വെയിറ്റ് ഒക്കെ ഒന്ന് നോക്കാനോ അങ്ങനെയൊക്കെ എന്ത് വരുന്നുണ്ട്, ധാരാളം ആളുകൾ ഡോക്ടേഴ്സ് വരുന്നുണ്ട്. ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്, സ്കൂൾ ഹെൽത്ത് ക്ലിനിക്കിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. ഓരോ ഹോസ്പിറ്റലുകളിൽ നിന്ന് എന്താണ് സ്കൂളുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ക്ലിനിക്കുകൾ അല്ലെങ്കിൽ എന്താ പറയാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പൊ കുഞ്ഞുങ്ങളെയൊക്കെ എന്താ പറയാ അവരുടെ കണ്ണ് ടെസ്റ്റ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഡോക്ടേഴ്സ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെ കാണാനായിട്ട് സാധിക്കും, ഹോസ്പിറ്റലിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഈ ഹോസ്പിറ്റലിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഡോക്ടേഴ്സ് ഒക്കെ എവിടെ പോകുന്നത്, ഈ സ്കൂൾ ഹെൽത്ത് ക്ലിനിക്കിന്റെ ഭാഗമായിട്ടാണ് കുഞ്ഞുങ്ങളുടെ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അവരുടെ ബോഡി വെയിറ്റ് ഒക്കെ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതായത് സാംക്രമിക രോഗങ്ങളുണ്ടല്ലോ, കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസസ് ഉണ്ടല്ലോ, പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങളൊക്കെ എന്ത് ചെയ്യണം, അവയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, OPD ചെയ്യുന്നുണ്ട്. Next is early diagnosis and detection of chronic disease like cancer, TB, etc. അതായത് ഇപ്പൊ ക്യാൻസർ പോലുള്ള അസുഖങ്ങള്, അതുപോലെ തന്നെ ട്യൂബർകുലർ അല്ലെ, TB പോലുള്ള അസുഖങ്ങള്, ക്ഷയം പോലുള്ള അസുഖങ്ങള്, ഇവയൊക്കെ തടയാൻ വേണ്ടിയിട്ട് നേരത്തെയുള്ള രോഗനിർണയം അതുപോലെ തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളൊക്കെ ആര് സ്വീകരിക്കുന്നുണ്ട്, OPD സ്വീകരിക്കും. ഓക്കെ, ലാസ്റ്റ് വൺ ഈസ് health education and nutritional advice, rehabilitation and prevention of disabilities and handicap. അതുപോലെ തന്നെ എന്ത് പറയുന്നുണ്ട്, അതായത് പേഷ്യൻസ് അല്ലെങ്കിൽ ആളുകൾക്ക് പോഷകാഹാരം എത്തിക്കാനുള്ള മാർഗങ്ങള്, അതുപോലെ തന്നെ അവരെ പുനരധിവസിപ്പിക്കാനുള്ള മാർഗങ്ങള്, ഇപ്പോ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അതായത് വൈകല്യങ്ങളുള്ള ആളുകള് അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ കാര്യങ്ങള്, ഇവയൊക്കെ എന്തിന്റെ ഇതിൽ വരുന്നതാണ്, OPDയുടെ ഉള്ളിലായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോ ആളുകളില് ഇപ്പൊ ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ചതിലൂടെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിലൂടെ മനസ്സിലായത്, അതായത് എല്ലാ തരത്തിലുമുള്ള ആളുകൾക്കും ന്യൂബോൺ ബേബീസിന് തുടങ്ങി വൈകല്യങ്ങളുള്ള ഡിസബിലിറ്റീസ് ഉള്ള ആളുകൾക്ക് വരെയുള്ള മാർഗനിർദ്ദേശങ്ങൾ ആര് കൊടുക്കുന്നുണ്ട്, OPD പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി, അത്ര നമ്മുടെ ഇമ്പോർട്ടന്റ് അല്ല. എന്നിരുന്നാലും എന്ത് ചെയ്യാം, ഈ ഒരു ഫങ്ഷൻസ് എന്ത് ചെയ്യാം, അറിഞ്ഞിരിക്കാം. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഓക്കെ, രണ്ട് മിനിറ്റ് ടൈപ്സ് ഓഫ് OPD ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ,
ഓക്കെ, ടൈപ്സ് ഓഫ് ഒ പി ഡി ആണ്. 2 ടൈപ്സ് ഓഫ് ഒ പി സർവീസ് ഉണ്ട്. ഓക്കെ, 2 തരത്തിലുള്ള ഔട്ട് പേഷ്യന്റ് സർവീസ് ആണ് ഹോസ്പിറ്റലുകൾ കൊടുക്കുന്നത്. ആദ്യത്തേതാണ് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്. സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറഞ്ഞാൽ ഓൾ സർവീസ് ആർ പ്രൊവൈഡഡ് ഇൻ എ കൺസൈസ് ഏരിയ വിച്ച് ഇൻക്ലൂഡ് ഓൾ ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസ് ആർ ബീയിങ് പ്രൊവൈഡഡ് ഇൻ സെയിം പ്ലേസ്. ഓക്കെ, അതായത് നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് സെൻട്രൽ ആയിട്ട് എന്തുണ്ടാകും? റിസപ്ഷൻ ഏരിയയിൽ തന്നെ എന്തുണ്ടാവും? സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒ പി ഡി ഉണ്ടാവും. ഒരു ഔട്ട് പേഷ്യന്റ് സർവീസ് കൊടുക്കുന്ന ഒരു സ്ഥലം ഉണ്ടാകും അവിടെ. അതിനെയാണ് എന്ത് പറയുന്നത്? സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. നമ്മൾക്ക് എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ചോദിക്കാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ തന്നെ എല്ലാത്തരം സർവീസുകളും എവിടെ അവൈലബിൾ ആണ്? ആ ഒരു ഔട്ട് പേഷ്യന്റ് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസിൽ നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ തരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസ് എവിടെ നമുക്ക് കിട്ടും? ഈ ഒരു പ്ലേസിൽ നിന്ന് നമുക്ക് കിട്ടും. ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ നേരെ കാണുന്ന ഔട്ട് പേഷ്യന്റ് അല്ലെങ്കിൽ ആ ഒരു വിഭാഗമാണെന്ത്? സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ഇനി രണ്ടാമത്തേത് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്. സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്സ്. അതായത് നമ്മളിപ്പോ വലിയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ചെല്ലുന്നതെന്ന് വിചാരിക്കാം. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ എന്താ പറയാ, നമ്മൾ ആദ്യം തന്നെ ഒരു റിസപ്ഷൻ ഏരിയ കണ്ടു. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഔട്ട് പേഷ്യന്റ്, അതായത് ഈ ഒരു സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് ആണ് അവിടെ കൊടുക്കുന്നത്. ആ ഒരു പ്ലേസിൽ കൊടുക്കുന്നത്. നമുക്ക് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മൾ നേരെ അവിടെ ചെല്ലുകയാണ്. അപ്പൊ എനിക്കിപ്പോ കണ്ണിന്റെ ഡോക്ടറെയാണ് കാണേണ്ടത്. ഞാൻ എന്ത് ചെയ്യും? ഈ ഒരു സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസിൽ ചെന്നായിരിക്കും ചോദിക്കുന്നത്, എനിക്ക് കണ്ണിന്റെ ഡോക്ടറെ കാണണം, ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയും. ഓക്കെ, അപ്പൊ അതനുസരിച്ച് അവരുടെ മൊബൈൽ നമ്പർ ചോദിക്കും, എന്താ പറയാ, രജിസ്ട്രേഷൻ നമ്പർ, അങ്ങനെയുള്ള അതായത് എത്രയാണ് എന്റെ ഒ പി ചീട്ടിന്റെ നമ്പർ എന്നൊക്കെ അവർ ചോദിക്കും. അപ്പൊ ഞാനത് പറഞ്ഞു കൊടുക്കും. അതനുസരിച്ച് അവരെന്ത് ചെയ്യും? എന്നെ ഐഡെ, അതായത് ആ കണ്ണിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യും? എന്നെ പറഞ്ഞയക്കും. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. നമ്മള് എല്ലാ ഹോസ്പിറ്റലിലും കാണുന്ന ഒന്നാണ് എന്ത്? സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസും ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസും. ഇപ്പൊ കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കണ്ണുമായി ബന്ധപ്പെട്ടുള്ള ഒരു അസുഖമാണ് എനിക്ക് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങോട്ട് പോവേണ്ടി വരുന്നത്, ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകേണ്ടി വരുന്നത്, അല്ലെ? അപ്പൊ ആ ഒരു അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആ ഒരു വിഭാഗമാണ് കാണാൻ സാധിക്കുക. അപ്പൊ കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് എനിക്കെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുന്നു, ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഞാൻ പോകുന്നു. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഡോക്ടർ ഇരിക്കുന്നുണ്ട്. ആ ഒരു പ്രത്യേക വിഭാഗം ഏരിയ തന്നെ എന്താണ്? ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ഇനി അതല്ല, എനിക്ക് ഹാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് ഉള്ളതെങ്കിൽ ഞാൻ നേരെ എങ്ങോട്ടാ പോവാ? കാർഡിയോ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോവുക. അവിടെ ആരൊക്കെ ഉണ്ട്? അവിടെ അതിനുള്ള ഡോക്ടേഴ്സ് ഇരിക്കുന്നുണ്ട്. അവിടെ അതിനുള്ള സ്റ്റാഫുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇരിക്കുന്നുണ്ട്. അപ്പൊ പല പല ഡിപ്പാർട്ട്മെന്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലുകളിലുണ്ട്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ റെക്ട് ഏരിയയാണ്. നമ്മൾ നേരെ കാണുമ്പോൾ തന്നെ എന്താണ്? നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ തന്നെ എന്താണ്? ഒരു വിഭാഗം പ്രവർത്തിക്കുന്നവിടെ കാണാം. അതിനെയാണ് സെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ സബായിട്ടാണ് എന്താ? ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്ത് പ്രവർത്തിക്കുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റ് ഒ പി പ്രവർത്തിക്കുന്നുണ്ട്. അതിനെയാണ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പേഷ്യന്റ്. ജനറൽ ഔട്ട് പേഷ്യന്റ്. എന്താണ് ജനറൽ ഔട്ട് പേഷ്യന്റ്? നോക്കാം. ഓൾ പേഷ്യൻസ് അതർ ദാൻ എമർജൻസീസ് ഹു റിപ്പോർട്ട് ഡയറക്ട്ലി ടു OPD. അതായത് എമർജൻസി അല്ലാത്ത പേഷ്യൻസ് നേരിട്ട്, അതായത് ഇപ്പോ സാധാരണ ഒരു രോഗമായിട്ട് ഒരു പനിയോ അല്ലെങ്കിൽ ചുമയോ ജലദോഷവുമായിട്ടൊക്കെ ഒരു വ്യക്തി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹം ആദ്യം ഹോസ്പിറ്റലിൽ എങ്ങോട്ടാ പോവുക? OPDയിലേക്കാ ചെല്ലുക, അല്ലെ? ഇയാളെ പറയുന്ന പേരാണത് ഔട്ട് പേഷ്യന്റ്, ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത് കേട്ടോ. എമർജൻസി അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുവാണെങ്കിൽ അയാളെ പറയുന്ന പേരാണത് ജനറൽ ഔട്ട് പേഷ്യന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തേത് എമർജൻസി ഔട്ട് പേഷ്യന്റ്.
എ പേഴ്സൺ ഗിവൺ എമർജൻസി മെഡിക്കൽ കെയർ ഫോർ എ കണ്ടീഷൻ. അതായത് പെട്ടെന്നൊരു ആക്സിഡന്റോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ബോധക്ഷയമോ ഉണ്ടായി ആളെ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി വിഭാഗത്തിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ വിളിക്കുന്ന പേരെന്താണ്? അദ്ദേഹം എമർജൻസി ഔട്ട് പേഷ്യന്റ് ആണ്. ഓക്കെ, ഇപ്പൊ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ സാധാരണ ഒരു രോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആളെ വിളിക്കുന്ന പേരാണ് ജനറൽ ഔട്ട് പേഷ്യന്റ്. ഇനി എന്തെങ്കിലും എമർജൻസി കേസ് ആയിട്ടാണ് ആളെ അവിടെ അഡ്മിറ്റ് ആക്കുന്നതെങ്കിൽ, അവരെ കിടത്തുന്നതെങ്കിൽ അയാളെ വിളിക്കുന്ന പേരെന്താണ്? അത് എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്നാണ്. ഇനി മൂന്നാമത്തേത് നമുക്ക് നോക്കാം, റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. എ പേഷ്യന്റ് റെഫേർഡ് ടു OPD ബൈ ഹിസ് പ്രാക്ടീഷണർ ഫോർ സ്പെസിഫിക് ട്രീറ്റ്മെന്റ്. അതായത് എനിക്കിപ്പോ എന്താ പറയാ, പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു, ഞാൻ ഹോസ്പിറ്റലിൽ പോയി, ഞാൻ ഫിസീഷ്യനെയാണ് കാണുന്നത്. അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് അല്ല എനിക്ക് വേണ്ടത്, എനിക്ക് ഒരു എന്താ പറയാ ഒരു കാർഡിയാക് ഡോക്ടറെ എനിക്ക് കാണിക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹമാണ് എന്നെ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് ആര് പറയാണ്? ഈ ഫിസീഷ്യൻ പറയാണ്. അപ്പൊ ഫിസീഷ്യന്റെ എന്താ പറയാ ഇൻസ്ട്രക്ഷനോട് കൂടി വേറൊരു ഡോക്ടറെ സജസ്റ്റ് ചെയ്യുന്നു. അതായത് ഞാൻ ഒരു രോഗിയാണ്, ഞാൻ ഫിസീഷ്യനെ കണ്ടു, പക്ഷെ അദ്ദേഹം പറയാണ് ഇതുമായി ബന്ധപ്പെട്ടത്, ഇത് എന്റെ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടതല്ല നിങ്ങളുടെ രോഗം, നിങ്ങൾ വേറൊരു ഡോക്ടറെയാണ് കാണിക്കേണ്ടതെന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ വേറൊരു ഡോക്ടർക്ക് സജസ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത് കേട്ടോ. A patient referred to OPD by his practitioner for specific treatment. ഏതെങ്കിലും ഒരു പ്രത്യേക ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവിടെയുള്ള ഡോക്ടർ വേറൊരു ഡിപ്പാർട്ട്മെന്റിനോ അല്ലെങ്കിൽ വേറൊരു ഡോക്ടറെയോ സജസ്റ്റ് ചെയ്യുന്നതാണ് എന്ത്? റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് എമർജൻസി അല്ലാത്ത രോഗികളെയാണ് എന്ത് പറയുന്നത്? ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. സാധാരണ രോഗങ്ങളൊക്കെ എന്തിൽ വരുന്നതാണ്? ജനറൽ ഔട്ട് പേഷ്യന്റ് വരുന്നതാണ്. ഇനി എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് എമർജൻസി മെഡിക്കൽ കെയർ ആവശ്യമുള്ള രോഗികളെയാണ് നമ്മൾ എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. ഏതെങ്കിലും ഒരു പ്രത്യേക ചികിത്സയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഡോക്ടറെയോ കാണുന്നതിന് വേണ്ടിയിട്ട് മറ്റു ഡോക്ടർമാരെ എന്ത് ചെയ്യുന്നു? നമ്മളെ സജസ്റ്റ് ചെയ്യുന്നു, മറ്റൊരു വിഭാഗത്തിന് നമ്മളെ സജസ്റ്റ് ചെയ്യുന്നു. അതാണത് റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. കേട്ടോ. ഓക്കെ, ഇത് മൂന്നും എന്ത് ചെയ്യുന്നു? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ജനറൽ ഔട്ട് പേഷ്യന്റ്, എമർജൻസി ഔട്ട് പേഷ്യന്റ് ആൻഡ് റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. ഓക്കെ, നെക്സ്റ്റ് മാനേജീരിയൽ കൺസിഡറേഷൻ. ഓക്കെ, എന്തൊക്കെ അതായത് ഒരു എന്താ പറയാ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു OPDക്ക് വേണ്ടതെന്നാണ് കേട്ടോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഒരു OPDക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇതിനകത്ത് പറയുന്നത്. ആദ്യത്തേത് എന്ന് പറയുന്നത് പബ്ലിക് റിലേഷൻ ആണ്. പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റാണ്, അതായത് രോഗികളുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു കോൺടാക്ട്, അവരെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, അവരോട് നല്ല രീതിയിൽ പെരുമാറുക. അതായത് അവിടെ വരുന്ന രോഗികൾക്ക് എന്ത് ചെയ്യണം? അവരെ നല്ല രീതിയിൽ ബഹുമാനിക്കുകയും എന്താ പറയാ അവരോട് നല്ല രീതിയിൽ പെരുമാറുകയും വേണം. അതാണ് എന്ത്? പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ജോലി കിട്ടി കഴിയുമ്പോൾ അത് ഏത് ഡിപ്പാർട്ട്മെന്റിലായാലും അവിടെ വരുന്ന രോഗികളോടും അവിടെ വരുന്ന വിസിറ്റേഴ്സിനോട് എന്ത് ചെയ്യണം? നല്ല രീതിയിലുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു കോണ്ടാക്ട് എന്ത് ചെയ്യണം? നമ്മള് കീപ്പ് ചെയ്യണം. അതാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് വാംത്ത്. വാംത്ത് എന്ന് പറയുന്നത് ഊഷ്മളത. ഓക്കെ, ഊഷ്മളതയാണ്. അതായത് നമ്മള് പെരുമാറുന്ന പെരുമാറ്റത്തിനും അതുപോലെ തന്നെ എന്താണ് അവിടെയുള്ള ആ ഒരു എൻവയോൺമെന്റിനും എന്താണ് നല്ല രീതിയിലുള്ള വാംത്ത് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഊഷ്മളത ഉണ്ടായിരിക്കണം. മൂന്നാമത്തേത് റെസ്പെക്ട്. ഓക്കെ, ഇത് പറഞ്ഞതാണ് എല്ലാത്തരം ആളുകളോടും. ഇപ്പോ വിസിറ്റേഴ്സ് ആയിക്കോട്ടെ, പേഷ്യൻസ് ആയിക്കോട്ടെ, ആര് തന്നെ ആയിക്കോട്ടെ, അവരോട് എന്ത് ചെയ്യണം? നമ്മള് റെസ്പെക്ട് ഉണ്ടായിരിക്കണം. അത് സംസാരിക്കുമ്പോഴും ഐ കോണ്ടാക്റ്റിലൂടെയും എന്ത് കീപ്പ് ചെയ്യണം? ആ ഒരു റെസ്പെക്ട് നമ്മള് കീപ്പ് ചെയ്തിരിക്കണം. നാലാമത്തത് മിനിമം വെയിറ്റിംഗ് ആണ്. മിനിമം വെയിറ്റിംഗ് എന്ന് പറഞ്ഞാല് ആളുകൾ എന്ത് ചെയ്യരുത്? അധികം ഉഷിപ്പിക്കരുത്, അതായത് വെയിറ്റ് ചെയ്യിപ്പിക്കരുത്. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ കാണുന്നതാണ് അല്ലെ. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഡോക്ടറെ കാണുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഒപ്പിച്ചിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടോ മെഡിക്കേഷൻസ് നമ്മൾക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാം? നമ്മൾ ധാരാളം നേരം എന്ത് ചെയ്യേണ്ടി വരും? വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പ്രൊസീജിയർ നമുക്ക് കണ്ടുവരാറുണ്ട്. അപ്പോ അങ്ങനെയുള്ള രീതി ആളുകൾ എന്ത് ചെയ്യും? മടുപ്പിക്കും അല്ലെ. അങ്ങനെ ഉണ്ടാക്കാൻ, അതായത് അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾ
സൃഷ്ടിക്കരുത്. മിനിമം വെയിറ്റിംഗ് ആയിരിക്കണം എപ്പോഴും രോഗികൾക്ക് നമ്മൾക്ക് കൊടുക്കേണ്ടത്. കൂടുതൽ നേരം അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കാതെ ഇരിക്കണം. ഓക്കെ. അതുപോലെ തന്നെ ക്ലീൻലിനെസ്, അതായത് ആ ഒരു അന്തരീക്ഷം, ആ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് എപ്പോഴും വൃത്തിയായിട്ടായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഏത് സമയം എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കണം. ധാരാളം രോഗികൾ വരുന്നതാണ്, ഇൻഫെക്ഷൻസ് കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ആ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നല്ല ക്ലീൻ ആയിട്ടായിരിക്കണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അടുത്തത് ഗുഡ് ആംബിയൻസ്, നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കണം. ഓക്കെ. അതായത് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എവിടെ ഉണ്ടായിരിക്കരുത്, ഒപിഡി ഉണ്ടായിരിക്കരുത്. വളരെ സൈലന്റ് ആയിട്ടുള്ളൊരു എന്താ പറയാ ആംബിയൻസിനോട് കൂടിയായിരിക്കണം ഒപിഡി പ്രവർത്തിക്കേണ്ടത്. അടുത്തത് ക്യാൻറ്റീൻ ആണ്. ഓക്കെ. എല്ലായിടത്തും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് ക്യാൻറ്റീൻ എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പൊ പേഷ്യന്റിന് അത്യാവശ്യമായിട്ട് ഇപ്പൊ എന്തെങ്കിലും ഭക്ഷണം കഴിക്കേണ്ടി വന്നാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും കുടിക്കേണ്ടത്, എന്തെങ്കിലും ചായയോ കാപ്പിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കുടിക്കേണ്ടിയൊക്കെ വന്നാലോ എന്ത് വേണം? ഒരു ക്യാൻറ്റീൻ എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ളൊരു ഒന്നാണ്. നെക്സ്റ്റ് ഈസ് പേഷ്യന്റ് ഹിയറിംഗ്. പേഷ്യന്റ് ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് രോഗികളെ കേൾക്കുക. അതാണ് പല കൂട്ടർക്കും ഇല്ലാത്തത്. അതായത് നമ്മള് മിക്കപ്പോഴും കണ്ടുവരുന്ന ഒന്നാണ് ഹോസ്പിറ്റലുകളിൽ. അതായത് പേഷ്യന്റ് ചെല്ലുമ്പോൾ അവരെ നല്ല രീതിയിൽ കേൾക്കാനായിട്ട് ആരും ശ്രമിക്കുന്നില്ല, അവിടെയുള്ള സ്റ്റാഫുകൾ ശ്രമിക്കുന്നില്ല. പക്ഷെ അങ്ങനെ പാടില്ല. പേഷ്യൻസ് എന്ന് പറയുന്നത് പല കണ്ടീഷനിലൂടെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. അവർക്ക് ഫിസിക്കലി മാത്രമല്ല വീക്ക്നെസ് ഉണ്ടാവുക, മെന്റലിയും അവരെന്താണ്, അവരുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് വീക്ക് ആയിരിക്കുള്ളൂ, അല്ലെ? ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കലി മാത്രമല്ല ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത്, നമുക്ക് മാനസികമായിട്ട് എന്തുണ്ടാവും? ബുദ്ധിമുട്ടുകൾ ധാരാളമായിട്ട് ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ വരുന്ന രോഗികൾക്ക് എന്താണോ പറയാനുള്ളതെന്ന് എന്ത് ചെയ്യണം? നമ്മൾ കേൾക്കണം. പേഷ്യന്റ് എന്താണോ പറയാനുള്ളത് അത് നല്ല രീതിയിൽ നമ്മൾ ക്ഷമയോട് കൂടി എന്ത് ചെയ്യണം? കേട്ടിരിക്കണം. ഓക്കെ. ഇനി വെന്റിലേഷൻ, നല്ല രീതിയിലുള്ള വെന്റിലേഷൻ ഉണ്ടാകണം, അല്ലെ? അപ്പൊ വെന്റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പൊ ബാഡ് സ്മെൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു നിന്നൊക്കെ വരികയാണെങ്കിൽ അതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. നല്ല രീതിയിൽ വായുസഞ്ചാരം കടക്കുന്ന ഒരു ഏരിയ ആയിരിക്കണം എന്ത്? ഈ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു OPD ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇനി വാട്ടർ സപ്ലൈ. വാട്ടർ സപ്ലൈ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹോസ്പിറ്റലുകളിൽ അത്യാവശ്യം വേണ്ട ഒന്നാണ് എന്ത്? വാട്ടർ എന്ന് പറയുന്നത്, അല്ലെ? എല്ലാവർക്കും അത്യാവശ്യം തന്നെയാണ്. പക്ഷെ ഹോസ്പിറ്റലുകളിൽ എന്താണ് ഏത് സമയം അല്ലെങ്കിൽ എന്താണ് ഇടയ്ക്കിടയ്ക്ക് എന്താണ് വെള്ളത്തിന്റെ ആവശ്യം കൂടുതലായിട്ട് വരും, അല്ലെ? അപ്പോ പേഷ്യൻസ് വെള്ളം കുടിക്കുന്നത് മുതൽ, അവരുടെ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് മുതൽ അവിടെയുള്ള ആ ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിലെ ആളുകള് ആ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു അന്തരീക്ഷം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യുന്നതിന് വരെ എന്ത് വേണം? വെള്ളം അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ്. നെക്സ്റ്റ് OPD ടൈമിങ്സ്, അതായത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ ടൈമിങ്സ്. ഏത് സമയമാണ് ഡോക്ടർ ഇരിക്കുന്നത്, എത്ര മണി വരെയാണ് ഡോക്ടേഴ്സ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, എത്ര നേരമാണ് OP ഫംഗ്ഷൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം? വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. അത് പേഷ്യൻസിനായാലും അവിടെ വരുന്ന വിസിറ്റേഴ്സിനായാലും അതിന്റെ ടൈം എന്ത് ചെയ്യണം? അവരോട് പറഞ്ഞിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? മാനേജീരിയൽ കൺസിഡറേഷനിൽ വരുന്നത്. ആദ്യത്തേത് ഞാൻ പറഞ്ഞു പബ്ലിക് റിലേഷൻ ആണ്. പബ്ലിക് റിലേഷൻ. രണ്ടാമത്തേത് വാംത്ത് ആണ്. 3 റെസ്പെക്ട്. 4 മിനിമം വെയിറ്റിംഗ്. 5 ക്ലീൻനെസ്. 6 ഗുഡ് ആംബിയൻസ്. 7 ക്യാൻറ്റീൻ. 8 പേഷ്യന്റ് ഹിയറിംഗ്. 9 വെന്റിലേഷൻ. 10 വാട്ടർ സപ്ലൈ. 11 OPD ടൈം. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഓക്കെ. നമുക്ക് അടുത്തൊരു ഇവിടെ ഒരു ഗ്രാഫ്, ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. OPD പ്രോസസ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതായത് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് മുതൽ അവിടെ നിന്ന് പുറത്തോട്ട് പോകുന്നത് വരെയുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. OPD പ്രോസസ് എന്ന് പറയുന്ന ഒരു ഫ്ലോ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. 2 മിനിറ്റ് ഞാൻ സമയം തരാം. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് വായിക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം.
വായിച്ചു നോക്കിയോ? വായിച്ചോ? ഐഡിയ കിട്ടിയോ? ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്താണെന്നൊരു രൂപരേഖ, ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പറഞ്ഞു തരാം കേട്ടോ. OPD പ്രോസസ് ആണ് കേട്ടോ. OPD-യിലെ പ്രോസസ്, ആ ഒരു പ്രക്രിയ എങ്ങനെയാണ്? ഓക്കെ, നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആദ്യം നമ്മൾ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. OPD-യിലേക്കാണ് നമ്മൾ ആദ്യം ചെല്ലുക. ആ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ ആദ്യം ചെല്ലുക. അതിനുശേഷം നമ്മൾ എൻ്റർ ആയി, നമ്മൾ നേരെ പോകുന്നത് OPD-യിലേക്ക് നമ്മൾ എൻ്റർ ആയി, നമ്മൾ നേരെ പോകുന്നത് റിസപ്ഷനിലേക്കാണ് അല്ലെ. ഓക്കെ, റിസപ്ഷനിലേക്ക് നമ്മൾ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾക്ക് ആവശ്യമുള്ള ഡോക്ടർ അവിടെ അവൈലബിൾ ആണോ എന്ന് അന്വേഷിക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? രജിസ്റ്റർ ചെയ്യുന്നു. ഓക്കെ, രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാ? നമ്മുടെ നെയിം, നമ്മുടെ ഏജ്, നമ്മുടെ അഡ്രസ്, നമ്മുടെ ഫോൺ നമ്പർ, നമുക്ക് കാണാനുള്ള ഡോക്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവര് തരുന്ന ഒരു ഫോമിൽ ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മൾ അവർക്ക് കൊടുക്കും അല്ലെ. അവർ നേരെ എന്ത് ചെയ്യും? കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്യും. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത്? രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു ഫയല് നമുക്ക് എടുത്ത് തരും, അല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് സ്റ്റാഫുകൾക്ക് എടുത്ത് കൊടുത്തിട്ട് നമ്മളെ ഡോക്ടറുടെ റൂമിലേക്ക് എന്ത് ചെയ്യും? അനയിക്കും. അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ റിസപ്ഷനിലേക്ക് ചെല്ലുന്നു, രജിസ്ട്രേഷൻ ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ഞാനാണെങ്കിൽ എന്ത് ചെയ്യും? എന്റെ കാര്യത്തിന്റെ പേരും, എന്റെ പേര് അശ്വതി, എന്റെ അഡ്രസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം ഇഷ്യൂ ഓഫ് ടോക്കൺ നമ്പർ. നമ്മൾക്ക് എന്ത് കിട്ടി? ഡോക്ടറെ കാണാനുള്ള ഒരു ടോക്കൺ നമ്പർ എന്ത് കിട്ടും? നമുക്ക് കിട്ടും. ഓക്കെ, ഒരു എന്താ പറയാ, ഇപ്പൊ എത്ര നമ്പറുകൾ ഉണ്ടാവും അല്ലെ. കുറെ നമ്മളെ പോലെ തന്നെ കുറെ പേഷ്യൻസ് ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റിംഗ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ടോക്കൺ നമ്പർ അവർ തരും. ഓക്കെ, നമ്മൾ ഈ ടോക്കൺ നമ്പർ കൊണ്ട് നേരെ എന്ത് ചെയ്യും? വെയിറ്റിംഗ് റൂമിൽ ചെന്നിരിക്കും അല്ലെ. ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിന് മുമ്പായിട്ട് എന്തുണ്ട്? ഒരു വെയിറ്റിംഗ് റൂം ഉണ്ട്. അവിടെ നമ്മൾ ഇരിക്കും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും? നമ്മുടെ ടോക്കൺ നമ്പർ ആകുന്ന മുറയ്ക്ക് ഡോക്ടർ നമ്മളെ വിളിക്കും. നമ്മൾ നേരെ എന്ത് ചെയ്യും? ഡോക്ടറുടെ മുറിയിൽ ചെല്ലും. ഡോക്ടറുമായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മള് കൺസൾട്ടേഷൻ ചെയ്യുന്നു. ഓക്കെ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, കൺസൾട്ടേഷൻ വിത്ത് ഡോക്ടർ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇൻവെസ്റ്റിഗേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തായിരിക്കും ആ ഇൻവെസ്റ്റിഗേഷൻ? ആർക്കെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാമോ? എന്തായിരിക്കും ആ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തു, അതിനുശേഷം ലെഫ്റ്റ് സൈഡിലാണ് ഇൻവെസ്റ്റിഗേഷൻ കൊടുത്തിരിക്കുന്നത്. ആ ഒരു അതിന്റെ താഴെയായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? ഇഷ്യൂവൻസ് ഓഫ് മെഡ്ഷീറ്റ് എന്നും കൊടുത്തിട്ടുണ്ട്. എന്തായിരിക്കും അത്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് എന്താണ്? ബ്ലഡ് ടെസ്റ്റ്. അതായത് എനിക്കിപ്പോ ഒരു രോഗമുണ്ട്, ഒരു പനി, ഒരു ജലദോഷമൊക്കെ ഉണ്ട്, ഭയങ്കരമായിട്ട് ചുമയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ നേരെ ഡോക്ടറെ കാണുവാണ്. ഡോക്ടറോട് ഞാൻ പറയുന്നു, എനിക്ക് കുറെ നാളായി ചുമ തുടങ്ങിയിട്ട് മാറുന്നില്ല. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യില്ല? നേരിട്ട് എനിക്ക് മെഡിക്കേഷൻസ് പ്രിസ്ക്രൈബ് ചെയ്യില്ല, പകരം എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് എഴുതും. ഓക്കെ, അങ്ങനെ ഞാൻ എന്ത് ചെയ്യും? ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ലബോറട്ടറിയിലോട്ട് പോകും. അതിനെയാണ് എന്ത് പറയുന്നത് ഇവിടെ? ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറെ ചില രോഗികൾക്ക് ഇൻവെസ്റ്റിഗേഷൻസിന്റെ ആവശ്യം ഉണ്ടാകില്ല. ഓക്കെ, ചില രോഗികൾക്ക് ടെസ്റ്റുകളുടെ ആവശ്യം ഉണ്ടാവില്ല. അവര് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം ഡോക്ടർ എന്ത് ചെയ്യാണ്? നേരിട്ട് പ്രിസ്ക്രൈബ് ചെയ്യണം, അതായത് മരുന്നുകൾ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് നേരത്തെ എന്ത് കിട്ടും? ആ പ്രിസ്ക്രിപ്ഷൻ കിട്ടും. ഇനി ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ലബോറട്ടറിയിൽ നിന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ആ റിസൾട്ട് കാണിച്ചതിന് ശേഷം ആണ് എന്ത് ചെയ്യുന്നത്? എനിക്ക് എന്ത് ചെയ്യുന്നത്? മെഡിസിറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ രണ്ടു തരം രോഗികളുണ്ട്. ഒന്ന് ഇൻവെസ്റ്റിഗേഷൻസ് ആവശ്യമുള്ള രോഗികള്, രണ്ടാമത്തേത് ഇൻവെസ്റ്റിഗേഷൻസ് ആവശ്യമില്ലാത്ത രോഗികള്. ആവശ്യമില്ലാത്ത രോഗികൾക്കാണെങ്കിൽ നമുക്കിത് ഇവിടെ ഈ കാണുന്ന ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, കൺസൾട്ടേഷൻ വിത്ത് ഡോക്ടർ കഴിഞ്ഞിട്ട് എന്താ അവർക്ക് കിട്ടുന്നേ? ഇഷ്യൂവൻസ് ഓഫ് മെഡിസിറ്റ്. ഓക്കെ, അവർ പ്രിസ്ക്രിപ്ഷനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവരവിടെ നിന്ന് പോകുന്നുണ്ട്. ഇനി ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുള്ളവരാണെങ്കിൽ ആ ബ്ലഡ് ടെസ്റ്റിന് ഇപ്പൊ കൊടുത്തു കഴിഞ്ഞാല് ആ ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് മേടിച്ചിട്ട് എന്ത് ചെയ്യണം? ഒന്നും കൂടി എന്ത് ചെയ്യണം? ഡോക്ടറെ നമ്മള് കാണേണ്ടി വരും. കണ്ടു കഴിഞ്ഞാലാണ് ആ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഡോക്ടർ മരുന്ന് തരുന്നത്. ഓക്കെ, അതിനുശേഷമാണ് അവിടെ മെഡിസിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി അതുമായിട്ട് എന്ത് ചെയ്യുന്നു? നേരെ നമ്മൾ ഫാർമസിയിലേക്ക് പോകുന്നു അല്ലെ.
ഓക്കെ, നമുക്ക് പ്രിസ്ക്രിപ്ഷൻ കിട്ടി, നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ ഫാർമസിയിലേക്ക് പോകുന്നു. അവിടെയും എന്തുണ്ട്, ടോക്കൺ നമ്പർ ഉണ്ട് അല്ലെ, അവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ടോക്കൺ നമ്പർ എടുക്കുന്നു. കുറച്ചു നേരം എന്ത് ചെയ്യുന്നു, അവിടെയും നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. വെയിറ്റ് ചെയ്തതിന് ശേഷം അവര് നമ്മളെ വിളിക്കും അല്ലെ, നമ്മുടെ ടോക്കൺ നമ്പർ വിളിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മെഡിക്കേഷൻസ്, നമ്മുടെ മെഡിസിൻസ് നമുക്ക് കളക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് സമാധാനമായിട്ട് എന്ത് ചെയ്യാം, വീട്ടിലേക്ക് തിരിച്ചു പോകാം, ഡിപ്പാർച്ചർ ചെയ്യാം. ഇതാണ് ഒരു OPD-യിലെ പ്രോസസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം എന്താ ചെയ്യുന്നത്, അറൈവിംഗ് അറ്റ് OPD-യിൽ ചെല്ലുന്നു, റിസപ്ഷനിൽ ചെല്ലുന്നു, രജിസ്ട്രേഷൻ ചെയ്യുന്നു, ടോക്കൺ നമ്പർ തരുന്നു, അതുമായിട്ട് വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുന്നു. ദെൻ ഡോക്ടർ വിളിക്കുന്നു, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു. ടെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷന് വിടുന്നു. ഇനി ടെസ്റ്റ് ആവശ്യമില്ലെങ്കിൽ നേരിട്ട് മെഡിച്ചിട്ട് തരുന്നു. ടെസ്റ്റിന്റെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ ചില പേഷ്യൻസിന് മരുന്ന് കൊടുക്കുന്നു. അവരും എന്ത് ചെയ്യുന്നുണ്ട്, ഫാർമസിയിലേക്ക് വരുന്നുണ്ട്. അവിടെ നിന്ന് ടോക്കൺ നമ്പർ എടുക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു, മെഡിക്കേഷൻസ് കളക്ട് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പാർച്ചർ ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളവരാണ്. ഈ ഒരു പ്രോസസ് ആണ് അവിടെ നടക്കുന്നത്. ഏത് രോഗിയായാലും കേട്ടോ, എമർജൻസി പേഷ്യൻസ് ആണെങ്കിൽ ഇങ്ങനെയുള്ളൊരു ക്രമമല്ല നടക്കുന്നത് കേട്ടോ. അവരെ നേരിട്ട് എന്ത് ചെയ്യാണ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോവാൻ ചെയ്യുന്നത്. അവർക്ക് ചീട്ട് പോലും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അവരുടെ കണ്ടീഷൻ ഒന്ന് നോക്കി കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അവര് രജിസ്റ്റർ വരെ ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു പേഷ്യന്റിനെ വേറൊരു രീതിയിലാണ് കൊണ്ടുപോകുന്നത്. സാധാരണ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ക്രമത്തിലായിരിക്കും എന്ത് ചെയ്യുക, OPD-യുടെ പ്രോസസ്സ് നടത്തുക. ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ ആയല്ലേ? അപ്പൊ ഈ ഒരു പ്രോസസ് എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഓക്കെ, ഞാൻ ഓഡിയോ ഓൺ ചെയ്യാം. ഇത് ഇത്ര വരെ ഞാൻ ഇന്ന് എടുക്കുന്നുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവര് ചോദിക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്? സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് ഒന്നും പറയോ? സെൻട്രലൈസ്ഡ് അല്ലെ, ഞാൻ ഈസി ആയിട്ട് നസീർക്ക് പറഞ്ഞുതരാം. നമ്മളിപ്പോ നസീർ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ, വലിയൊരു ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കാം. നമ്മൾ ചെല്ലുമ്പോ അവിടെ ഒരു മെയിൻ ആയിട്ടുള്ള റിസപ്ഷൻ ഏരിയ ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ അങ്ങനെ? അവിടെ നിന്ന് അവരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് നമ്മൾക്ക് പോകേണ്ട ഡിപ്പാർട്ട്മെന്റ് OP-യിലേക്ക് നമ്മൾ ചെല്ലുന്നത്. അത് കണ്ടിട്ടുണ്ടോ? നമ്മൾ നേരെ ചെല്ലുമ്പോൾ നസീർ ആദ്യം അന്വേഷിച്ച ആ ഒരു നേരെ കയറി ചെല്ലുമ്പോൾ കണ്ട ആ ഒരു റിസപ്ഷൻ ഏരിയ ആണ് എന്ത്, സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. എല്ലാ തരത്തിലുമുള്ള രോഗികൾ എവിടെ വരുന്നുണ്ട്, ആദ്യം ഇവിടെ വന്നിട്ടാണ്, ഈ ഒരു സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസിൽ ചെന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് ആവശ്യമുള്ള ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് പോകുന്നത്. അതിനെയാണ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആയി അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ANC എന്ന് പറയൂ. ANC എന്ന് പറഞ്ഞാൽ ആന്റിനേറ്റൽ ക്ലിനിക് ആണ്. അതായത് ഇപ്പൊ ന്യൂ ബോൺ ബേബീസിനായാലും പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിനായാലും അവരുടെ എന്താ പറയാ, അവരുടെ ഗ്രോ ചെയ്യുന്ന അവരുടെ ബേബീസിൽ, പ്രഗ്നന്റ് ലേഡീസിന് അവരുടെ ഗർഭസ്ഥ ശിശുവിന് വേണ്ടിയിട്ടുള്ള സേവനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലിനിക് ആണിത് ഈ ഒരു ANC അഥവാ ആന്റിനേറ്റൽ ക്ലിനിക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയോ? ബ്രോങ്കോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്താ പറഞ്ഞത് നേരത്തെ? ബ്രോങ്കോസ്കോപ്പ് എന്താ പറഞ്ഞേ? എങ്ങോട്ടാ കടത്തി വിടുന്നത് ബ്രോങ്കോസ്കോപ്പ്? ലങ്സിന്റെ ഇൻഫെക്ഷൻസ് ഒക്കെ എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, എയർവേസിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു ട്യൂബ് കടത്തി വിടുന്നതിനാണ് എന്ത് പറയുന്നത്, ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത് കേട്ടോ. അതിന് ബ്രോങ്കോസ്കോപ്പിക്ക് ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് എന്ത്, ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടി പറയാം, ഇപ്പൊ ചോദിച്ച ആൾക്ക് വേണ്ടി ഒന്നും കൂടി പറയാം. നമ്മുടെ ലങ്സിലെ ഇൻഫെക്ഷൻസ് ഒക്കെ എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എയർവേസിലേക്ക് ഒരു ട്യൂബ് കടത്തിവിടുന്ന പ്രോസസ് ആണെന്ത്, ബ്രോങ്കോസ്കോപ്പി. അതിനുപയോഗിക്കുന്ന ഉപകരണമാണെന്ത്, ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ? ചോദിച്ച ആള് ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് ചോദിക്കൂ കേട്ടോ.
എന്താ IV സെറ്റ് ഒന്നുകൂടി പറയാമോ? കേട്ടില്ല മോളെ? IV സെറ്റ് ഒന്നുകൂടി പറയാമോ? IV സെറ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രാവീനസ് ആണ്. അതായത് ഇപ്പോ എന്തെങ്കിലും ഒരു അസുഖമൊക്കെ നമ്മളിപ്പോ അഡ്മിറ്റ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷൻ തരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾക്ക് ഫ്ലൂയിഡ്സ് ഒക്കെ അകത്തേക്ക് കടത്താൻ വേണ്ടിയിട്ടോ ന്യൂട്രിയൻസ് ഒക്കെ അകത്തേക്ക് കടത്താൻ വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിക്കുന്നത്? IV സെറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അറിയില്ലേ? ക്യാനിലൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത് അല്ലെ? അതിനാണ് എന്ത് പറയുന്നത്? IV സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യും? ഒരു സാധനം ഘടിപ്പിച്ചിട്ടാണ് അതിലൂടെ എന്ത് ചെയ്യുന്നത്? ഇഞ്ചെക്ട് ചെയ്യുന്നത്. അതിനെയാണ് IV സെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ്, ഇൻസ്ട്രുമെന്റ് റോളിംഗ്. ഇൻസ്ട്രുമെന്റ് റോളിംഗ് എന്ന് പറഞ്ഞാൽ മെഡിക്കേഷൻസ് ഒക്കെ കൊണ്ടുപോകുന്നതാണ്. കണ്ടിട്ടില്ലേ? ഹോസ്പിറ്റലിൽ നമ്മൾ ചേരുമ്പോൾ മരുന്നുകളൊക്കെ നഴ്സുമാരൊക്കെ തള്ളി കൊണ്ടുപോകുന്ന സാധനം കണ്ടിട്ടില്ലേ നിങ്ങള്? കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട് മാം. ഓപ്പറേഷൻ ട്രോളിയിലാണ് എന്ത് ചെയ്യുന്നത്? ഇതൊക്കെ കൊണ്ടുപോകുന്നത്. അതായത് ആവശ്യത്തിനുള്ള ഉപകരണങ്ങളായാലും മെഡിക്കേഷൻസ് ആയാലും ഇതൊക്കെ എന്താ ചെയ്യുന്നേ? ഇതൊക്കെ എന്തേ, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പാസ് ചെയ്യിപ്പിക്കുന്നത് ഈ ഒരു ട്രോളി മുഖേനയാണ്. അതാണ് ഇൻസ്ട്രുമെന്റ് ട്രോളി കേട്ടോ. ANC-യുടെ ഫുൾ ഫോം ഒന്ന് പറയാമോ? ആന്റിനേറ്റൽ ക്ലിനിക്. ആന്റി ANTE നേറ്റൽ NATAL ആന്റിനേറ്റൽ ക്ലിനിക്. അതാണ് ANC. താങ്ക് യു മാം. ഓക്കെ, ഈ നെബുലൈസർ കഴിഞ്ഞിട്ട് എന്തുവന്ന് അതുകൂടെ ഒന്ന് പറയാമോ മാം? ഏതാണ്? നെബുലൈസർ കഴിഞ്ഞിട്ടുള്ളത്. നെബുലൈസർ കഴിഞ്ഞിട്ടോ? നെബുലൈസർ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല ലാറിംഗോസ്കോപ്പ്. അതായത് നമ്മുടെ തൊണ്ടയിലെ പോയി ഒന്നുകൂടി പറയോ? അതായത് ലാറിംഗോസ്കോപ്പ് ആണ്. ലാറിംഗോസ്കോപ്പ് അല്ലേ ഉദ്ദേശിക്കുന്നത്? അതെ 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 അതെ. അതായത് നമുക്കിപ്പോ തൊണ്ടയിൽ എന്തെങ്കിലും ഇപ്പൊ തൈറോയിഡിലൊക്കെ മുഴകൾ ഉണ്ടാവുക അല്ലെ? മുഴകളോ അല്ലെങ്കിൽ വോക്കൽ കോഡിലുള്ള നോഡ്യൂൾസോ അതൊക്കെ നമുക്ക് സ്ക്രീനിങ്ങിന്റെ സഹായത്തോടെ കാണാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലാറിംഗോസ്കോപ്പി ചെയ്യുന്നത്. അതിനുപയോഗിക്കുന്ന ഉപകരണമാണ് ലാറിംഗോസ്കോപ്പ്. അതായത് നമ്മൾക്ക് ഈ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാല് നമ്മുടെ വായ ആദ്യം തുറന്നിട്ട് എന്ത് ചെയ്യും? ഒരു സ്പ്രേ അടിക്കുക കേട്ടോ. ഇത് ചെയ്യുന്ന ഡോക്ടേഴ്സ് സ്പ്രേ യൂസ് ചെയ്യും. സ്പ്രേ യൂസ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു തൊണ്ടയുടെ ഭാഗം എന്ത് ചെയ്യും? മരവിപ്പിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മരവിപ്പിക്കുന്നത്? അതായത് ഈ ഒരു ഉപകരണം വായ്പുള്ളിലൂടെ കടത്തി വിടുമ്പോൾ പെയിൻ നമുക്ക് ഉണ്ടാകും. ആ പെയിൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പ്രേ എടുത്ത് ആ ഒരു ഭാഗം മരവിപ്പിക്കുന്നത്. അത് നമ്മുടെ ഈ ഒരു ഭാഗം വരെ പോകും. അങ്ങനെ ഈ ഒരു ട്യൂബിന്റെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാം? സ്ക്രീനിൽ നമുക്ക് നമ്മുടെ തൊണ്ടയുടെ ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കും. അവിടെ എന്തെങ്കിലും മുഴകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നേരിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും എന്താണ് നമുക്ക് രോഗമെന്ന് തൊണ്ടയിൽ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായി. നെക്സ്റ്റ്, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ എല്ലാവർക്കും? മുന്നെടുത്തത് OPD ഫങ്ഷൻസ്, അതുപോലെ തന്നെ ഒരു ഫ്ലോ ചാർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഒരു ചാപ്റ്റർ പഠിക്കാനായിട്ട്. അധികം ടഫ് ഒന്നുമല്ല. ബ്രോങ്കോസ്കോപ്പ് എന്ന് പറഞ്ഞാല് നമ്മുടെ ശ്വാസനാളം, നമ്മുടെ ലങ്സിലെ ഇൻഫെക്ഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടിയിട്ട് എയർവേസിലേക്ക് ഒരു ട്യൂബ് കടത്തിവിടും. ഇതിനെയാണ് എന്ത് പറയുന്നത്? ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത്. ബ്രോങ്കോസ്കോപ്പിക്ക് ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് ബ്രോങ്കോസ്കോപ്പ്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. നന്നായിട്ട് വായിച്ചു നോക്കാം കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു.